ഹലോ, എൻ്റെ ചെക്കൻ്റെ കസിൻ്റെ നിക്കാഹ് എന്നിട്ട് 2 ദിവസം മുന്നേ എനിക്ക് 3-4 ദിവസം പരിപാടി ആയതുകൊണ്ട് എനിക്ക് ഇപ്പോഴായിട്ട് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയത്. അങ്ങനെയല്ല പെണ്ണിൻ്റെ അവിടെ പോവാട്ടോ. കുറച്ചധികം ബ്ലോക്ക് ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി ഇവിടെ എത്താൻ. അവിടെ എത്തിയപ്പോൾ ഉസ്താമാൻ എന്തൊക്കെയാണ് ക്ലാസ്സും ഞങ്ങൾക്ക് എടുത്തു നോക്കിയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ അവിടെ പോയി പിന്നെ ഫോം മതിയല്ലോ, അതുണ്ടെങ്കിൽ ഞങ്ങൾ ഒതുങ്ങിയിരിക്കും കേട്ടോ. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞാൽ അപ്പോഴാണ് പിന്നെ എൻ്റെ ചെക്കനെ കാണട്ടോ. അവൻ പിന്നെ അവിടെ എന്തൊക്കെയോ പരിപാടിയിലാണ്. അങ്ങനെ വെച്ച് കസിൻസൊക്കെ പാടെ കൂടി ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അങ്ങനെ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ തന്ന് അപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ മനുഷ്യൻ്റെ കൂട്ടില്ല എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി കേട്ടോ. ഇതിന് മൂത്തച്ചേട്ടോ ആൾ ഞാൻ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോഴത്തേൻ്റെ ചെക്കൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഇവിടെ കുറച്ച് പാട്ടും കാലൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. അങ്ങനെ അവിടെ കസിൻസൊക്കെ പാടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുക കേട്ടോ. ഇതിൻ്റെ 2 നാത്തൂന്മാരും 1 നാത്തൂനാണ്. ഇവിടെ ചെക്കൻ്റെ എൻട്രി കഴിഞ്ഞപ്പോൾ പെണ്ണിൻ്റെ എൻട്രി ആയിട്ടാ. ഇതാട്ടോ പെണ്ണിൻ്റെ വാപ്പയും. അങ്ങനെ പിന്നെ പെണ്ണിന് ചെക്കൻ കൈ പിടിച്ച് കയറ്റി. അങ്ങനെ അവിടെ നിക്കാഹ് അങ്ങനെ മാഷാ അല്ലാഹ് അങ്ങനെ കഴിഞ്ഞ്. പിന്നെ പറയണ്ടല്ലോ, പിന്നെ ഫുള്ള് ഫോട്ടോസ് ചെയ്യുന്നിട്ടാ. ഇത് പെണ്ണിൻ്റെ ഫാമിലിയാണ്, പിന്നെ ഇത് ചെക്കൻ്റെ ഫാമിലിയാണ്. അങ്ങനെ ആ പെണ്ണിന് മാറൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നേരെ ഫോട്ടോസ് എടുക്കാൻ പോയിട്ടോ. ഇതിന് 3 നാലത്തുനിന്ന് കുട്ടിയായിട്ടോ. ആൾ വേലി കാണാൻ അതിൻ്റെ അടിയിൽ പോയിരിക്കും കേട്ടോ. ചെക്കന്മാരുടെ ഫുള്ള് ഫോട്ടോ ഷൂട്ട് കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാൻ വീഡിയോസ് എടുക്കുന്ന കാര്യം കാട്ടിക്കോട്ടിട്ടോ. അങ്ങനെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയിട്ടോ. സംഭവങ്ങൾ അങ്ങനത്തെ ഞങ്ങൾ ഇരിക്കുന്നതല്ല, എൻ്റെ ചെക്കനായിട്ട് വണ്ടി ഓടിക്കണത്. അത് കുറേ കാലത്തിന് ശേഷം വണ്ടി ഓടിക്കണത്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഞങ്ങളെല്ലാം ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.